വേറെ കാര്യമുണ്ട്. നമ്മളെ നാട്ടിലത്തെ പോലെ 100, 200, 500 അങ്ങനെ മരങ്ങളല്ല, ഒന്നിച്ചൊരു തോട്ടമായിരിക്കും. ചിലപ്പോൾ ഒരു 1000, 10000 അങ്ങനെയുള്ള വലിയ തോട്ടമായിരിക്കും. ഏക്കർ കണക്കിന് സ്ഥലമാണ്. ചെറിയ ചെറിയ ഞെക്കിളി തോട്ടങ്ങളൊക്കെ കുറവ്, ദാരിദ്ര്യം പിടിച്ച അങ്ങനെയുള്ള തോട്ടങ്ങളൊന്നുമില്ല. എല്ലാം വലിയ വലിയ തോട്ടങ്ങൾ, പെടാ ടീമിന്റെ തോട്ടങ്ങളായിരിക്കും. അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആദ്യമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലാഭമായിരുന്നു. ഇപ്പം വലിയ ലാഭമൊന്നുമില്ല. ഇപ്പൊ വളരെ വില ഭയങ്കര കൂടുതലല്ലേ. ഇങ്ങോട്ടൊക്കെ നോക്കി ഇതൊക്കെ നല്ല നല്ല ഇതൊന്നും വെട്ടുന്നില്ല. ഇതൊന്നും കുറവുണ്ട് അതുകൊണ്ടല്ലേ. പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടുണ്ടോ? അതൊക്കെ ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടുണ്ടല്ലോ. നല്ല നല്ല തോട്ടല്ലേ, നല്ല നിരപ്പായ സ്ഥലമുണ്ട്. ഏതായാലും വേറൊരു സംഭവം ഉണ്ട്. മഴയില്ല, അന്നത്തെ ദിവസം മഴയില്ല കേട്ടോ. രാവിലെ മഴയുണ്ട്, നേരത്തെ ഇറങ്ങാൻ മടിച്ചെന്ന്. മഴ ഉണ്ടെങ്കിൽ ഇപ്പൊ യാത്രയൊക്കെ നടക്കുവോ, ഇങ്ങനെയാണ് എല്ലായിടത്തും അവസ്ഥ ഒന്നും അറിയില്ലല്ലോ. പേടിച്ചിട്ട് രാവിലെ ഞങ്ങൾ ഇറങ്ങിയില്ല, കാറ്റും മഴയൊക്കെ കണ്ടപ്പോ. ഒന്ന് ഏതായാലും രാവിലെ ഒരു 10-15 മണിക്ക് ശേഷം മഴ തന്നെ പെയ്തിട്ടില്ല. ഇങ്ങോട്ട് മഴ ഇല്ല കേട്ടോ, മഴ കുറവ് തോന്നുന്നു. ചില ദിവസം പെരും മഴ, ഇങ്ങോട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പിന്നെന്താ പറയാ. ഇവിടെ കർണാടകയ്ക്ക് ഭയങ്കര ഇടി കേട്ടോ. ഈ ഭാഗത്തേക്കൊക്കെ കർണാടക, കാസർഗോഡ് ഭാഗത്തേക്കൊക്കെ ഇടിയും മിന്നലും ഭയങ്കരമാണ്. നിലത്തിങ്ങനെ ഒന്ന് പൊട്ടും അത്. പിന്നെ മഴയാണെങ്കിലും പെയ്ത് കഴിഞ്ഞാൽ നിക്കാതെ പെയ്യൂലേ, പെയ്ത് കഴിഞ്ഞാൽ പെരുമഴയായിരിക്കും. അത് ഈ ഇതിലൊക്കെ കേട്ടില്ലേ പണ്ടത്തെ കഥകളിലൊക്കെ, എന്താ 4 ദിക്കും പൊട്ടുമാറ ഉച്ചത്തിൽ മറ്റേ എന്താ പറയാ ഇടി വെട്ടിന്നൊക്കെ, കീറിന്നൊക്കെ പറയാം. അതേപോലെയുള്ള ഇടിയാണ് നമ്മളെ നാട്ടിലോട്ടൊന്നും അങ്ങനെ ഇടി വെട്ടിയിട്ടില്ല. ഒരു ദിവസം ഞാൻ പേടിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. എന്തൊരു ഇടിയാന്ന് അറിയോ, നിലത്തിങ്ങനെ എന്താ പറയാ തീപ്പൊരി ഇങ്ങനെ പാറാ നിലത്ത്. ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി ഇരിക്കുന്നുണ്ട് ഇവിടെ. ഇവിടെയുള്ള ആൾക്കാർ ആർക്കൊന്നും ഒരു വിഷയമല്ല. കണ്ട് പേടിയൊക്കെ മാറിക്കാണ്. അടിപൊളി റോഡല്ലേ. അന്റെ വണ്ടി എടുത്താണ്ട് ഇതിലൊന്നും ഇറക്കല്ലോ നമുക്ക്. കാർ കൊണ്ടോന്നുണ്ടേ, അതൊന്നും കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. നല്ല അടിപൊളി റോഡല്ലേ. ജീപ്പിന് അതിന് ബാറ്ററി മേടിച്ചിടാണ്ട്. കടപ്പില ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസത്തെ വെച്ചാല് ഒരു ആൾക്കാരെ അലമ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല എന്താ പറയാ, ആൾക്കാരൊക്കെ നല്ല നല്ല ആൾക്കാരല്ലേ. പിന്നെ ഇവിടെ എല്ലാരും നമ്മള് ചെന്ന് വർത്താനൊക്കെ പറഞ്ഞ ഭയങ്കര കമ്പനി കേട്ടോ. ആൾക്കാരൊക്കെ വളരെ നല്ല നല്ല ആൾക്കാർ ഇപ്പോഴും വിളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. നല്ല എന്താ പറയാ, നല്ല ഇടപെടാൻ ഏറ്റവും നല്ല ഇവിടെ കർണാടകയിലുള്ള ആൾക്കാരാട്ടോ. സംസാരിക്കാനാണെങ്കിലും ഇനിയിപ്പോ അവരെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലാണെങ്കിലും ഒക്കെ ഭയങ്കര ഇതാണ്. അത് വേറെ കാര്യമുണ്ട്, ഇവിടെ ഭാഷ അറിയില്ലല്ലോ. ഭാഷയിലൂടെയല്ലേ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അനക്കതെന്താ അഴിക്കണം അല്ലേ? അഴിക്കാൻ മതി വണ്ടി അഴിക്കണം. അതിനാണ് ജീപ്പ്. വേറെ ഒന്നുമല്ല. ആ ജീപ്പ് അഴിച്ചെന്നൊക്കെ ഞാൻ സമ്മതിക്കൂലടാ. 1500 റുപ്യ കൊടുത്തു വാങ്ങിയ 2 ജീപ്പ്. എന്നിട്ട് അത് ഞാൻ അഴിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബോർഡൊക്കെ ഇളകി ആകെ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാലേ പിന്നെ അത് നന്നായി കിട്ടൂല. കല്ലുകുണ്ടി ഔ നല്ലൊരു പേര്. കല്ലുകുണ്ടി അല്ല, കല്ലുകുണ്ടി. ഇവിടെയാണ് നമ്മളെ ഒരു ഫാക്ടറി കൊടുക്കാനുണ്ട്. ഈ സ്റ്റിച്ചിങ് മെഷീനൊക്കെ അല്ലേ, സ്റ്റിച്ചിങ് മറ്റേ തുണിയൊക്കെ തയ്ക്കുന്ന മനസ്സിലായി. ആ ഒരു ഫാക്ടറി ഇവിടെ ഒരു കാനറ ബാങ്ക് ഒക്കെ ഉണ്ട് അതിന്റെ അടുത്ത്. പെട്രോൾ പമ്പ് വലിയ ടൗണിൽ അല്ലേ. കോഴിയുണ്ടോ? ചിക്കൻ കട നോക്കിക്കോളിട്ടോ. വണ്ടിയൊക്കെ റോഡിന്റെ നടക്കുന്നുണ്ട്. എല്ലാരും വർത്താനം പറയാം. ഹോട്ടൽ അംബിക വൈഭവ്. ചിക്കൻ കടകൾ എവിടെ ഉണ്ട് നോക്കിക്കോട്ടോ. അല്ലെങ്കിൽ രാത്രി പോയിട്ടു നമ്മള് എവിടെ അത് ആ സൈഡിലുണ്ട്. അപ്പൊ അവിടുന്ന് പോയിട്ട് മേടിച്ചിട്ട് വന്നാ മതി. അതാ ഇവിടെ ഉണ്ടല്ലോ, അതാ ഈ സൈഡില്. അപ്പൊ ഗൈസ് ചിക്കൻ മേടിക്കാൻ പോയിട്ടുണ്ട് ചേട്ടായും ലച്ചുവും കൂടെ. അപ്പോൾ സ്കിന്നുള്ള ചിക്കൻ കിട്ടുമോ, ഇനി സ്കിന്നില്ലാത്ത സാധാ ഇതാണോ കിട്ടുകയെന്ന് അറിയില്ല. അപ്പം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ സ്കിന്നോട് കൂടിയിട്ടുള്ളതാണ്. അത് നല്ല ടേസ്റ്റാണ്, അതിനാണ് രുചി കൂടുതലല്ലടാ. നമുക്ക് ഇഷ്ടമുണ്ടോ സ്കിന്ന്? തൊലി
ഇല്ല എനിക്കും പപ്പാച്ചിക്കും ഭയങ്കര ഇഷ്ടമാണ്, ലച്ചുവിനും ഇഷ്ടമാണ്. അപ്പൊ അവിടെ ആ കടയിലാണ് പോയിട്ടുള്ളത്. ഇപ്പൊ സന്ധ്യ ആയിട്ടുണ്ട്, സമയം 6 മണി 6:30 ആയി തോന്നുന്നു. വിളക്കത്തിക്കാനായില്ലടാ. ഫുള്ള് എല്ലായിടത്തും ലൈറ്റുകളൊക്കെ തുടങ്ങി. അവിടെയൊക്കെ കടകളൊക്കെ ഉണ്ട്. അതെന്താണ്, ബാറാണല്ലോ, വൈൻസ്, കവിത വൈൻസ് ഒക്കെ. ഇതാടാ ബാറാണ്, കള്ള് ഷാപ്പാണ്. കള്ള് ബിയറോ എന്തൊക്കെയോ. ജ്യൂസോ? അവിടെ ജ്യൂസൊന്നും ഉണ്ടാവില്ല. ആ സോഡ പറഞ്ഞേ. അപ്പം വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എത്രങ്ങാനും വണ്ടികളല്ലേ ആ സൈഡിലൊക്കെ നിർത്തിയിട്ടത്. ഫുള്ള് തിരക്കായിട്ട് അല്ലേ. മൊത്തത്തില് അങ്ങ് ദൂരം മഴ പിടിക്കണ്ടോന്നില്ലടാ. മലയില് ഒരു മഴക്കാറ് പോലെ ഇങ്ങനെ കാണില്ലേ. ലക്ഷ്യം ഇങ്ങോട്ട് വരുന്നേ എന്തേ? പേഴ്സ്. സ്കിന്നുള്ള അത് മതി. ആ മസാല മേടിച്ചോ. ആ അപ്പൊ സ്കിന്നുള്ള ചിക്കൻ കിട്ടിന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മള് ചിക്കനൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ പോവാണ്ടെങ്കി. എത്ര ചിക്കന്? ചിക്കന് 200 രൂപ കിലോയോ? കിലോ. പറ്റിച്ചോ? നൈസായിട്ടൊന്ന് ചാമ്പിയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. സ്കിന്നുള്ള കോഴിയാണ്. മറ്റേ സാധാ കോഴിക്ക് 140 രൂപ ഉണ്ട്. എന്താ അറിയില്ല, ചിലപ്പോ അതായിരിക്കും. അതോ ഇനി വില കൂടുതലാ. നമ്മള് മലയാളി കണ്ടു കഴിഞ്ഞാൽ ഇവര് നമ്മളെ സ്വാഭാവികം. എന്നിട്ട് എവിടുന്നാ വരുന്നത്? നമ്മളെ സ്ഥലം പറഞ്ഞ നമ്മളെ കാസർഗോഡ് നിന്നാണ് വരുന്നത്. എങ്ങനെ 10 രൂപേന്റെ മാറ്റൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ? മാറ്റം എന്താ അറിയില്ല. സാധനം കിട്ടില്ല. ഇനി നമുക്ക് ഇനി അത് വെക്കണം. ഇപ്പൊ 6 മണി. ഇവിടെ സൈഡാക്കിയാലോ? ഇവിടെ പോരാ, ഫുള്ള് ചെളിയാണ്. അപ്പൊ അധികം ചെളിയൊന്നും ഇല്ലാതെ വലിയ കുഴപ്പമില്ലാത്തൊരു ഒഴിഞ്ഞൊരു നല്ലൊരു സ്ഥലത്ത് നമുക്ക് വണ്ടി നിർത്തിയിട്ട് സെറ്റ് ആക്കാം. എവിടെ ചിക്കൻ കിട്ടിയപ്പോ നീച്ചിട്ടോ? അല്ല, ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുന്നു. ഇവങ്ങനെ എന്തൊക്കെയോ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു. പിന്നെ രാത്രിയാകാനായി നമുക്ക് ഇന്ന് ഫുഡൊക്കെ വെച്ചിട്ട് നൈസായിട്ട് ഇങ്ങനെ ഉറങ്ങാൻ. ഇപ്പോഴൊന്നല്ല, ഉറങ്ങാൻ കൊറേ ടൈം എടുക്കും. കൊറേ ദൂരം പോകാല്ലേ. ആ സംഭവം മറന്നു. ഞനക്കെങ്ങനെ ഇപ്പൊ ഓർമ്മ വന്നു. ഞാൻ ആ സംഭവം മറന്നു കേട്ടോ. പേസ്റ്റ് മേടിക്കാൻ നമുക്ക് കുറച്ച് ബ്രഷൊക്കെ എടുത്തിട്ടുണ്ട്. ഒന്ന് പോന്നപ്പോ ഞാന് പേസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എടുക്കാനും ഞാൻ വേണ്ട വെച്ചത്, വേറെ വാങ്ങാനൊക്കെ വിചാരിച്ചു. കുറച്ചായിട്ട് എവിടുന്നേലും വാങ്ങല്ലേ, രാവിലെ തന്നെ അല്ലേ അല്ലേ? കുറച്ചായിട്ട് എവിടുന്നേലും 10 രൂപേന്റെ വാങ്ങാം. പിന്നെ ഫോറസ്റ്റ് ഏരിയ ആണോ? എന്താ അറിയില്ല. അപ്പം ഏരിയയിലൊക്കെ ആണെങ്കിൽ നമ്മളിവിടെ ഫുഡ് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു പമ്പില് സൈഡാക്കിട്ട് ഇന്നത്തെ കടത്തൊക്കെ പമ്പിലാക്കല്ലേ? അതാ റൂം എടുക്കോ? റൂം എടുത്ത് 1500-2000 കൊടുക്കേണ്ടി വരും. 1000 അല്ലേ? കഴിഞ്ഞ തവണ നമ്മള് AC എടുത്തൊക്കെ 1000. ആശപ്പെടല്ല, അത് ഉടുപ്പിയിലല്ലേ. മടിക്കേരി ചിലപ്പോ ഇപ്പൊ സീസൺ അല്ലാത്തതുകൊണ്ട് ചിലപ്പോ വില കുറവായിരിക്കും. ഓക്കെ, മാപ്പ് എടുത്ത് നോക്കാം. ചിലപ്പം പിന്നെ നമ്മള് അത് കിട്ടാൻ സാധ്യതയില്ല. നെറ്റ് വേണം. നെറ്റ് കിട്ടൂലേ? ഇപ്പൊ രാത്രിയായി തുടങ്ങി. ലൈറ്റുകളൊക്കെ ഫുള്ള് ഓണായി. രാത്രിത്തെ കാഴ്ചകളാണ് കേട്ടോ. അത് വേളാങ്കണ്ണി ബസ്സാണ്, ടൂറിസ്റ്റ് ബസ്സാ. വേളാങ്കണ്ണി ടൂർ പോയി വരുന്നവരൊക്കെയാണ്. വേളാങ്കണ്ണി അല്ല, ബസ്സിന്റെ പേരാണ് വേളാങ്കണ്ണി. കുറയ്ക്കാം. ഇവിടെ നല്ലൊരു ഗ്യാപ്പ് കിട്ടണല്ലോ. ഗ്യാപ്പ് നമുക്ക് എവിടെങ്കിലും ഒരു ലൈറ്റും കൂടി ഉള്ള സെറ്റിൽ വേണം നിർത്താന്.
സംഭാജ്. മറ്റേ ആ സ്ഥലം പേര് സേവാജ് അല്ലേ? അത് സേവാജ്. സേവാജ് എവിടെയായിരുന്നു? സേവാജ് കുറച്ച് അപ്പുറത്തേക്ക്. അത് എവിടെയായിരുന്നു? നമ്മളെ അവിടുന്ന് അപ്പുറത്തുനിന്ന് വരുന്ന പുത്തൂരോ? ശരിയാ. അപ്പോൾ സമയം രാത്രി ഇങ്ങനെ ആയി ഇങ്ങനെ വരുന്നുട്ടോ. സമയം ഇങ്ങനെ പോകുന്നുണ്ട്. സംഭാജ്. വെൽക്കം ടു കുടക് ഡിസ്ട്രിക്ട്. നമ്മൾ കുടകിലേക്ക് കടന്നു. കുടക് ജില്ലയിലേക്കാണ് ഇപ്പോ. ദക്ഷിണ കന്നഡ എന്നതാണ് കുടക് ജില്ലയിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നത്. കർണാടകന്റെ വേറൊരു ജില്ലയാണ് കുടക്. മടിക്കേരി, വിശാൽ നഗർ, മടിക്കേരി, മൈസൂർ. വിശാൽ നഗർക്ക് 57 കിലോമീറ്റർ. വിശാൽ നഗറിൽ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ റൂമൊക്കെ ഉണ്ട്. പിന്നെ അല്ല എണ്ണ പോയാലോ? നമ്മള് പോന്നപ്പോ എത്ര അടിച്ച്? എണ്ണ അടിച്ചിട്ടില്ല. ചോര ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ ഞാൻ എണ്ണ അടിച്ചിട്ട് പോവാം നമുക്ക്. ഡീസലിന് 91 റുപ്യ, പെട്രോളിന് 103 റുപ്യ. 103? അപ്പൊ എത്ര കടിക്കണ? 1000 മതിയാവൂലേ? കിച്ചൺ എന്ത് നോക്കണേ? കിച്ചണിന്റെ മെഷീൻ്റെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അതില്ലേ 1100. 91 രൂപ ഡീസലല്ലേ? പെട്രോൾ എങ്ങാനും അടിച്ചാൽ നമ്മൾ നമുക്ക് എണ്ണ അടിച്ചിട്ട് അങ്ങോട്ട് പോകട്ടെ. ഇനി എന്നാ പോട്ടെ കേട്ടോ. വണ്ടി വരുന്നുണ്ട്. വണ്ടി ഇല്ല. വണ്ടിയില്ല. വരുന്നേ ഉള്ളൂ ഇപ്പൊ. അങ്ങനെ രാത്രി ആയിട്ടോ. സന്ധ്യ മയങ്ങി. അധികം ക്ലിയറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അല്ല മടിക്കേരി എത്തിയിട്ട് ഫുഡ് വെച്ചാൽ മതിയോ? അങ്ങോട്ട് എത്ര ദൂരം ഉണ്ട്? കൊറേ രാത്രിയാവും. ഫോറസ്റ്റ് ഏരിയ ആണോ? ആണോന്ന് അറിയില്ല. ആണെങ്കി വണ്ടി നിർത്തിയിട്ടെല്ലാം ആക്കാറിന കുറച്ച് പണിയല്ലേ. അടുത്ത ടൗൺ എത്തണമെന്ന് നോക്കാം. നമുക്ക് അടുത്ത ടൗണിന് മുന്നേ നമുക്ക് സ്റ്റോപ്പ് ആക്കാം അല്ലേ? എന്നിട്ട് എല്ലാം റെഡി ആക്കിട്ടേ രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ക്ലിയർ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പൊ വലിയ കുഴപ്പമില്ല. മഴ പിടിക്കണ്ടല്ലോ ഇങ്ങോട്ട് എത്തിയപ്പോ. മഴക്കാറ് കേറണുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ നമ്മള് വേറെ കാര്യണ്ട്. ടാർപ്പായൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇരുട്ടേക്കും. മഴ പെരുമഴ പെയ്ത് കഴിഞ്ഞാല് ടാർപ്പായൊക്കെ കെട്ടാൻ പറ്റുമോ? കെട്ടണ കയറൊക്കെ മേടിക്കണം. ടാർപ്പായല്ല, അത് വേറെ എന്തൊരു ഷീറ്റാണ്. വേറെന്തോണോ? വേറെ സൈസാ? ഇവിടെ ഉണ്ട് ഒരു കട. കയറൊക്കെ മേടിക്കണം. വേണമെങ്കിൽ അവിടെ മേടിച്ചോ. അഥവാ കുടുങ്ങിയ അടുത്ത ഏതെങ്കിലും ടൗണിനോട് അടുപ്പിച്ച് നിർത്താൻ നമുക്ക്. നല്ല ടൗൺ വരുമ്പോ ഇല്ലെങ്കിൽ നമുക്ക് മടിക്കേരിയില്ലേ? ഇരുട്ടാവാൻ തുടങ്ങി. ഇരുട്ടായ പിന്നെ നമുക്ക് ഇങ്ങനെ ഫുള്ളായിട്ടൊന്നും കാണുന്നില്ല കേട്ടോ. രാത്രിത്തെ വീഡിയോ എടുപ്പൊന്നും അത്ര ഒരു ഇതുണ്ടാവില്ല, ക്ലിയർ ഉണ്ടാവില്ല അല്ലേ?
ബസ് വഴിക്ക് ബസ്സിലൊന്നും ആളില്ലല്ലോ. ബസ്സിൽ പോകാൻ തോന്നുന്നു. ബസ്സിലാളെങ്കിലും എങ്ങോട്ടും ആൾക്കാരൊക്കെ എന്താ പറയാ, ഈ ടൈമിലൊന്നും ഇവിടെ അങ്ങനെ ആരും അങ്ങനെ പുറത്തിറങ്ങൂല. നമ്മളെ നാട്ടിലത്തെ പോലെ വൈകുന്നേരം വന്നാണ്ട് അങ്ങാടിയില് വർത്താനം പറഞ്ഞിരിക്കുക അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെന്ന് പറഞ്ഞാ ഫുഡാണെങ്കിലും ആരും അങ്ങനെ പുറത്തു പോയി വല്ലാതെ ഫുഡ് കഴിക്കുന്ന ആൾക്കാരൊന്നുമില്ല. ഒക്കെ എല്ലാവരും അവനാന്റെ വീട്ടിലത്തെ ഭക്ഷണം തന്നെ അല്ലേ. നമ്മളിപ്പോ കർണാടകയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച ടൈമിന് നമുക്ക് വേണ്ട ഭക്ഷണമൊന്നും ചിലപ്പോൾ കിട്ടൂല. നല്ല വലിയ ടൗണിലൊക്കെ എത്തുമ്പോഴേ പിന്നെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടുള്ളൂ. ഏറ്റവും ബെസ്റ്റ് സിലിണ്ടർ ഉണ്ടെങ്കിൽ അത് എടുക്കുക. ചെറിയ സ്റ്റൗവും കുറച്ച് പാത്രമൊക്കെ എടുത്തിട്ട് പോരുക. നല്ലൊരു സ്ഥലമാണല്ലോ ഇവിടെ. പുഴയൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ആളില്ലാത്തൊരു ആള് കുറഞ്ഞൊരു ഏരിയയിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ബസ് സ്റ്റോപ്പ് പണ്ടത്തെ മാർക്ക് കിട്ടിയിരുന്നെങ്കിലേ. നമ്മൾ അന്നൊരിക്കൽ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഫുഡെല്ലാം ആക്കി. സംഭവം പാളി. ഫോറസ്റ്റ് ആണോ ഇനി? കാടും മരങ്ങളും തേനീച്ച കൃഷി. ഇതൊക്കെ വീടുകൾ കുറഞ്ഞിട്ടോ. ഇനിയിപ്പോ ഈ ഒരു വീടാണ് ഇപ്പൊ കാണുന്നത്. പിന്നെ അതൊക്കെ ഉള്ളിലാണ്. അങ്ങോട്ടാണെങ്കിലും അങ്ങനെ അവിടെ ഇവിടേക്ക് ഓരോന്ന് കാണുന്നുണ്ട്. ഹോട്ടലിൽ നിന്ന് കഴിക്കും. ഇവിടെ ഒരു കട ഉണ്ട്. കർണാടകയിൽ എത്തിക്കഴിഞ്ഞാല് കഴിക്കാൻ ഏറ്റവും നല്ല ബെസ്റ്റ് എന്ന് പറയുന്ന സാധനം ഫ്രൈഡ് റൈസാണ് അല്ലേ. മറ്റുള്ള നമ്മളെ സാധാ ചോറും കറി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഒരു രസം ഉണ്ടാവില്ല. ഫ്രഞ്ച് ഫ്രൈസോ അത് ബ്രോസ്റ്റിനൊക്കെ കിട്ടണല്ലേ. അവിടെ ഒരു പുഴയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു സൈഡിൽ നമുക്കൊരു പുഴ കാണാണ്ട്. അപ്പൊ നോയിക്കോട്ടോ. ഇല്ലല്ല കുഴിയൊന്നുമില്ല. ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കിയാലോ നമുക്കെന്നാ അല്ലേ. വണ്ടി പോണതാ അവിടെ വണ്ടി ഒന്നുമില്ല. അവിടെ ഒരു വീടുണ്ട് ആ സൈഡില്. കഴിച്ചു കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകാൻ സുഖമാണ്. ബസ്സല്ല ലോറിയാണ്. ആ അവിടെ ആണ്ട് അപ്പുറത്തൊരു വീടുണ്ട് അല്ലേ. വീടല്ലേ ഇത്? എന്തോന്നും കാണുന്നുണ്ടല്ലോ അവിടെ. അവിടെ എന്തോ സംഭവമുണ്ട്. പിന്നെ ഈ ഒരു സൈഡില് വീടുണ്ട് കേട്ടോ. പുഴേന്റെ അക്കരയ്ക്കാണ് ഇഷ്ടം പോലെ വീടുകൾ. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി വെക്കല്ലേ.